ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ 2024 ഒരുപാട് പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്യപ്പെട്ടത്. നമ്മുടെ മലയാളികളായ ഒരുപാട് എഴുത്തുകാരുടെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. അതിൻ്റെ നമുക്ക് ഒരു 2024 പുസ്തക പ്രകാശനത്തിൻ്റെ പുസ്തകങ്ങളുടെ ഒരു യാത്രയിലേക്കാണ് തുടങ്ങുന്നത്. ആ യാത്രയിൽ നിങ്ങൾക്കും ഒത്തുചേരാം. ഇന്നു മുതൽ നമ്മൾ ആ ഷോ തുടങ്ങുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ ഭാഗമാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൾ ചെയ്യാം. നമ്മുടെ ഈ യാത്രയുടെ കൂടെ സഞ്ചരിക്കാം. അപ്പോൾ എല്ലാ എഴുത്തുകാർക്കും എല്ലാ ഭാഷാസ്നേഹികൾക്കും നമസ്കാരം. ഈ ഷോയിലേക്ക് സ്വാഗതം. സബന നസീർ എഴുതിയ ദൈവത്തിൻ്റെ താക്കോൽ മനോഹരമായൊരു നോവലാണ്. ഈ വർഷം ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ വെച്ച് മലയാള ഭാഷയ്ക്ക്, മലയാള സാഹിത്യത്തിന്, പ്രത്യേകിച്ച് പ്രവാസ ലോകത്തിന് സമ്മാനിക്കുന്നത് ഇതാദ്യമേ എന്ന് പറയുന്നത്. ഇതിന്റെ ശീർഷകം ഒരു വെല്ലുവിളിയാണ്. സമൂഹത്തോടുള്ള നമ്മൾ കേട്ട് പരിചയിച്ച ദൈവസങ്കല്പത്തോടുള്ള അല്ലെങ്കിൽ ആ ഭക്തിയോടുള്ള ഒരു വെല്ലുവിളി കൂടിയാണ്. സത്യത്തിൽ ആദ്യം ഇതിന്റെ ശീർഷകത്തെ കുറിച്ച് പറയട്ടെ. ദൈവത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് ദൈവത്തിലേക്ക് നമ്മൾ തുറന്നു കയറുക. ദൈവം എന്ന സങ്കല്പത്തെ കുറിച്ച് പലപ്പോഴും നമ്മൾ കേട്ട് പരിചയിച്ച ദൈവസങ്കല്പം പല തരത്തിലാണ്. അതിൽ കൂടുതലും ഉള്ളത് ഭയപ്പെടുത്തുന്ന ഒരു ദൈവസങ്കല്പമാണ്. ആ ദൈവസങ്കല്പത്തിന് അപ്പുറമായിട്ട് സ്നേഹത്തിന്റെ, കരുണയുടെ ഇത്ര അധ്യായം വരുന്നത്. ദൈവം ഇറങ്ങി വരുന്നു എന്നാണ് അധ്യായത്തിന്റെ പേര്. അപ്പോൾ ഈ ശീർഷകവും ആ അധ്യായവും കൂടി ജോയിൻ ചെയ്ത് സംസാരിക്കുന്നത് നമ്മൾ കാണുന്നു. ആ ദൈവത്തെ സ്നേഹത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. സബനയ്ക്ക് ഇനി ഒരുപാട് നല്ല സൃഷ്ടികൾ എഴുതാൻ കഴിയട്ടെ എന്നും ഒരുപാട് കഥകൾ, നോവലുകൾ, സബനയുടെ 2ാമത്തെ പുസ്തകമാണ്, കഴിയട്ടെ എന്നുകൂടെ ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ഭാവുകളും നേരുന്നു. എന്റെ ഗുരുനാഥന്മാരിൽ ഒരാളായ KPK-ക്ക് ഈ പുസ്തകം കൊടുക്കാൻ സാധിച്ചതും വലിയ സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുന്തിയ സന്ദർഭങ്ങളിൽ ഒന്നായി ഇതിനെ കാണുന്നു. ഞാൻ എഴുത്തുകാരോട് പറയുകയായിരുന്നു, ആടുജീവിതം പ്രകാശനം ചെയ്യാനുള്ള, നല്ല കഥാപാത്രത്തിന് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്യാനുള്ള വലിയ ഭാഗ്യം 2008 എനിക്കുണ്ടായത്. ഇതിനുശേഷം നിരവധി പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തിട്ടുണ്ട് എങ്കിൽ കൂടിയും ഞാൻ ജീവനോടെ കണ്ട, ഞാൻ കൗമാരത്തിൽ അകലെ നിന്നൊക്കെ കണ്ട ഒരു എഴുത്തുകാരൻ്റെ മകൻ എഴുത്തുകാരിയായി, അതും 2ാമത്തെ പുസ്തകം പെൺകുലരി എന്നുള്ള ടൈറ്റിൽ തന്നെ വലിയ ആകർഷണം. പെൺകുലരികൾ. അപ്പോ അവരുടെ 2ാമത്തെ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കാൻ എന്നെ അനുവദിച്ച പ്രപഞ്ചത്തിലും സർവേശ്വരനും നന്ദി പറഞ്ഞുകൊണ്ട് പുസ്തകത്തിന്റെ വഴിക്ക് എല്ലാവിധ ഭാവവും. എന്റെ മകൾ വരെ അല്ലെങ്കിൽ ശബന വരെ ഇപ്പോൾ സ്ത്രീപക്ഷത്തിന് വേണ്ടി ശബ്ദിക്കുന്നു, സ്ത്രീ ഇപ്പോഴും പീഡന പർവ്വത്തിലാണ് എന്ന് പറയുമ്പോൾ പുതിയ തലമുറയിലെ എന്റെ മകളുടെ അവസ്ഥ എന്താണെന്ന് എനിക്ക് വളരെ ആശങ്കയുണ്ട്. നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. കാരണം സ്ത്രീപക്ഷത്തിന്റെ ഇതപര്യന്തമുള്ള പീഡന പർവ്വങ്ങളെ അതിജീവിക്കുന്ന ചില സൂചനകൾ നമ്മുടെ പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് എന്നത് വളരെ പ്രയാസങ്കയോടുകൂടിയാണ് എന്നെ പോലത്തെ ഒരു പിതാമകൻ നോക്കുന്നത്. എന്തായാലും ഈ പുസ്തകം വായിക്കപ്പെടട്ടെ. എന്നെ വിളിച്ചതിന്, ഈ പുസ്തകം സ്വീകരിക്കാൻ സാധിച്ചതിന് ഇന്നലെ മാത്രമാണ് ഇതുപോലെ കണ്ട സന്തോഷം. നന്ദി. കൃത്യമായ ഒരു നോവൽ രീതിയുടെ ശിക്ഷണമൊന്നുമില്ലാതെ നോവലിലേക്ക് പൊടുന്നനെ പ്രവേശിച്ച ഒരാളാണ് സബ്ന എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ ഒരു സന്തോഷം, റഹ്മാനക്കയുടെ മകളാണ്, സബ്നയുടെ പുസ്തകമാണ് എന്നുള്ളതാണ്. അത് സ്വകാര്യമായി നേരത്തെ വിൽസൺ പറഞ്ഞതുപോലെ ഞങ്ങളുടെയൊക്കെ സ്വകാര്യമായ ഒരു സന്തോഷം കൂടിയാണത്. ഇതിന്റെ ഒരു പ്രമേയം, ഇവരൊക്കെ പറഞ്ഞ ഒരു പ്രമേയം, ഒരുപാട് കുട്ടികളുമായിട്ട് ഇടപഴകുന്ന ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ ഏറ്റവും അടുത്ത ദിവസം എനിക്കുണ്ടായ ഒരു അനുഭവം കൂടി പറഞ്ഞു നിർത്താം. ഇങ്ങനെ എന്താ പറയുക, അംഗപരിമിതമായ കുട്ടികൾ എന്ന് പറയുന്ന കൂട്ടത്തിലുള്ള ഒരു കുട്ടി അച്ഛനോടും അമ്മയോടും മാത്രം സംസാരിക്കുകയും അധ്യാപകരോടും കൂട്ടുകാരോടും ഒന്നും സംസാരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു കുടിക്കൻ. പക്ഷെ സമയം ഇത് അപൂർവ സായാഹ്നം എന്ന വളരെ ബുദ്ധിമുട്ടുള്ള പാട്ട് അതിമനോഹരമായി പാടുന്നത്
കേട്ടു എന്നൊന്നും. അപ്പോൾ ദൈവത്തിൻ്റെ താക്കോൽ കുട്ടികൾക്ക് അങ്ങനെയുള്ള ഒരു ലോകത്തിന്, നന്മയുടെ ഒരു ലോകത്തിന് സുഖകരമായ വായനാനുഭവം തരുന്ന ഒന്നായി മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നോവലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമുക്ക് നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ് എന്നാണ് ബെന്യാമിൻ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വേണ്ടപ്പെട്ടവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങൾ നമുക്കൊരിക്കലും കെട്ടുകഥകളായി തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ്. സമൂഹത്തിൽ ഐക്യം കൽപ്പിച്ച് മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളുണ്ട്. അതിൽ കുട്ടികളും മുതിർന്നവരുമൊക്കെ ഉണ്ട്. അതിൽ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ കാണേണ്ടി വരുമ്പോൾ നമുക്കുണ്ടാവുന്ന ഹൃദയവേദന അത്യന്തം വലുതാണ്. അവരുടെ മാനസിക വ്യഥകൾ, ആ കുട്ടികളുടെയും ആ കുടുംബത്തിൻ്റെയും മാനസിക വ്യഥകൾ നമ്മുടേത് കൂടിയാണ്. ജീവിതപാതയിൽ ഓരോ ചുവട് മുന്നോട്ട് വെക്കുമ്പോഴും അവർ പകച്ചു പോവുകയാണ്. അത്തരം ഒരുപാട് സന്ദർഭങ്ങളിൽ അതൊന്നും നേരിടാൻ കഴിയാതെ മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ മാറി നിന്നത് കൊണ്ടോ അല്ലെങ്കിൽ മറക്കാൻ ശ്രമിച്ചത് കൊണ്ടോ ഇതൊന്നും നമ്മെ വിട്ടു പോകുന്നില്ല. ഇതെല്ലാം, ആ സന്ദർഭങ്ങളെല്ലാം ഓർമ്മയിൽ വളരെയധികം തെളിച്ചത്തോടുകൂടി ഇടയ്ക്കിടെ മിന്നി മറയുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ എങ്ങനെയാണ് എഴുതാതിരിക്കുക? തീർച്ചയായും ഓട്ടിസ്റ്റിക് ആയ കുട്ടികൾക്ക് വേണ്ടി എഴുതിയ ഒരു ചെറിയ നോവലാണിത്. സമൂഹത്തിന്റെ ശ്രദ്ധ ഒരല്പമെങ്കിലും അവരിലേക്ക് തിരിച്ചുവിടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ എഴുതിയ ഒരു നോവലാണ്. ഇതിനെന്നെ പ്രാപ്തയാക്കിയ ആ വലിയ മനുഷ്യൻ, എൻ്റെ പിതാവ്, ബഹുമാന്യ പിതാവ് റഹ്മാൻ വാടകപ്പള്ളി, അദ്ദേഹത്തെ നന്ദിയോടെ സ്മരിക്കുകയാണ്. ഈ നിമിഷം വരെ കൂടെയുള്ള നിന്ന് പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഭർത്താവിനും മക്കൾക്കുമെല്ലാം നന്ദി സ്നേഹം അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി സ്നേഹം. This program brought to you by NK Group. Lucky Center and Lucky Department Store, Ajuman.